എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനൽ ശരിക്കും ഇപ്പോൾ 2.5 ലക്ഷം ഫോളോവേഴ്സ് ആയിട്ടിരിക്കുകയാണ്. ഈ ഒരു യാത്രയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. തുടക്കം മുതൽ നമുക്ക് വാഹനങ്ങൾ തരുന്ന കാര്യത്തിൽ, അതുപോലെ കമൻ്റായിട്ട്, അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട്, അതുപോലെ നമുക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയിട്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ചാനലിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിവ്യൂ വീഡിയോ ഒന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഡ്രീം പ്രൊജക്റ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് എൻ്റെ മനസ്സിലുള്ള വലിയൊരു പദ്ധതി. അപ്പോൾ ഒരു വർഷത്തോളമായിട്ട് എന്തുകൊണ്ടാണ് എക്സിക്യൂട്ട് ആവാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോവിഡ് ആയിരുന്നു അതിന് പ്രധാനപ്പെട്ടൊരു സിറ്റുവേഷൻ. ആ ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ എന്നെക്കാളും യോഗ്യനായിട്ട് ഞാൻ കാണുന്ന ഒരുപാട് ആളുകളിൽ ഒരാളായിട്ടുള്ള, ഈ ഒരു മേഖലയിൽ എൻ്റെ വലിയൊരു മെൻറ്റർ കൂടിയായിട്ടുള്ള നമ്മുടെ ഹാനിക്ക നമ്മളുടെ കൂടെയുണ്ട്. ഹാനിക്ക, സ്വാഗതം. നമസ്കാരം. ശരിക്കും ഈ ഒരു പ്രൊജക്റ്റ് ഞാൻ ആദ്യം ഷെയർ ചെയ്ത ആളുകളിൽ പെട്ട ഒരാളാണ് ഹാനിക്ക. അപ്പം ഈ ചാനലിൻ്റെ ഒരു ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് ആളുകളുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫാമിലി, അതുപോലെ ഈ തുടക്കം മുതൽ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ ഈ ഒരു ചാനലിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ ചാനലിൻ്റെ വളർച്ചയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു റോൾ വഹിച്ച ആളാണ് ഹാനിക്ക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരുപാട് നമ്മൾ പല വീഡിയോകൾ പറഞ്ഞാണ്. കാരണം വെച്ചാൽ വരുന്ന മിസ്റ്റേക്കുകൾ ചൂണ്ടിക്കാണിച്ചും വരുത്തേണ്ട മാറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചും എന്നും ഹാനിക്ക നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു യാത്ര. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഇൻഡസ്ട്രി അല്ല, അതൊരു വലിയൊരു ഫ്രെറ്റേണിറ്റി. എന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വലിയൊരു കടലാണ്. അതിൽ ഞാൻ ഒരു കരക്കത്ത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നേരത്തെ ഉള്ള ഒരു സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വിഷയം ആദ്യം ഹാനിക്കയുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഔദ്യോഗിക അനൗൺസ്മെൻ്റ് ആണ്. അപ്പോൾ ഹാനിക്ക, ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഇതിൽ 2 കാര്യങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ നജീബ് ഈ ഒരു കാര്യം മുമ്പ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞാണ്. അത് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, നജീബ് എപ്പോഴും പറയാറുള്ളൊരു ഓട്ടോ വ്ളോഗർ എന്നുള്ള രീതിയിൽ നിന്നും മാറി ഒരു ഓട്ടോ ജേർണലിസ്റ്റ് ആവണം എന്നൊരു വലിയ ആഗ്രഹമുള്ള ഒരാളാണ്. അതിനുവേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്, അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും അതിനെക്കുറിച്ചിട്ടുള്ള സങ്കടങ്ങളും വേവലാതികളെല്ലാം പറയാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു മെൻറ്റർ ഉണ്ടായിരുന്നു, ബിജോയ് കുമാർ, BS മോട്ടറിങ്. പുള്ളിൻ്റെ അടുത്ത് ഞാൻ പണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് നജീബ് പറയുമ്പോൾ ഓർമ്മ വരാറില്ല. അന്ന് നമുക്ക് വണ്ടി കിട്ടാത്തൊരു കാലം ഉണ്ടായിരുന്നു, ഒരു 10 വർഷം മുന്നേ അല്ല 11 വർഷം മുന്നേ. ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞപ്പം പുള്ളിനോട് പറഞ്ഞു, നിൻ്റെ സമയം വരുമ്പോൾ നിനക്ക് വണ്ടി കിട്ടും. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഞാൻ എനിക്ക് ഓർമ്മയതാണ്. ഞാൻ പണ്ട് പുള്ളി ഒരു AMG ട്രിപ്പിന് പോയി. AMG എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അന്ന് വലിയ ഡ്രീം കം ട്രൂ ആണ്. ഡ്രീം കം ട്രൂ അല്ല, ഡ്രീമായിരുന്നൊരു മെഷീൻസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ട്രിപ്പ് ജർമ്മനി പോയപ്പോൾ അതിൽ പുള്ളി അന്ന് പല വണ്ടികൾ ഓടിച്ചൊരു ആർട്ടിക്കിൾ മോട്ടോറിംഗ് മാഗസിനിൽ വന്നപ്പോൾ ഞാൻ അന്ന് ഒരു മെസ്സേജ് ചെയ്തു. അന്ന് മെസ്സേജ് ചെയ്തപ്പം പുള്ളി പറഞ്ഞത്, പ്രയത്നിച്ചുകൊണ്ടിരുന്ന നിൻ്റെ സമയം വരും, നാളെ ഞാൻ നിന്നെ കണ്ടിട്ട് എന്താ പറയുക അസൂയപ്പെടുന്നൊരു സമയം, envy ആവുന്നൊരു സമയം ഉണ്ടാവും. ഇത് എന്നിട്ട് ഞാനൊരിക്കൽ ഈ പറഞ്ഞ പോലെ നജീബ് ഇപ്പം ചെയ്യാൻ പോകുന്ന സംരംഭം പോലെ ഞാൻ മുമ്പ് ചെയ്തൊരു സംഭവമുണ്ട്, നജീബിനെ അറിയാം. അപ്പം അന്ന് ഞാൻ ആസ്റ്റൺ മാർട്ടിൻ്റെ ഫാക്ടറി പോയപ്പോൾ, ഗൈഡാണല്ലോ, UK പോയി ഫാക്ടറി പോയ സമയത്ത് ഞാനൊരു ഫോട്ടോ ഇട്ടിരുന്നു. അത് ആസ്റ്റൺ മാർട്ടിൻ്റെ പുറത്തൊരു പാറപ്പുറത്തൊരു ആസ്റ്റൺ മാർട്ട് വെച്ചിട്ട് അതിൻ്റെ താഴെ ഞാൻ ഇരുന്നിട്ടൊരു ഫോട്ടോ. ആ ഫോട്ടോന് ബിജുവായിട്ട് കമൻറ്റ് ചെയ്തു, ഐ എൻവി നോട്ട് യു. കാരണം പുള്ളിക്ക് ഇതുവരെ ആസ്റ്റൺ മാർട്ടിൽ പോകാൻ പറ്റിയിരുന്നു, അപ്പോഴേക്കും പുള്ളി മേഖല വിട്ടിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഹാനിക്ക അതിനേക്കാളും ഒരുപടി ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ആകെ WQT ജൂറി അംഗമൊക്കെയാണ്. അല്ല, അത് ശരിയാണ്, അത് ശരി തന്നെയാണ്. പക്ഷെ അത് പറയുമ്പോൾ ഞാൻ അത് കൂടെ പറയുമ്പോൾ എന്നെക്കാളും എന്തുകൊണ്ടും പുള്ളിയുടെ എക്സ്പീരിയൻസും അവരെക്കാളും ഞാൻ വലുതായിട്ടൊന്നുമില്ല. അന്ന് ഓട്ടോ സെക്ടർ ഇന്ത്യക്ക് ഇത്ര വളർന്നില്ല. അപ്പം അന്ന് WQTയിൽ ഇന്ത്യൻസ് ഉണ്ടായിരുന്നില്ല. പിന്നീട് WQT വന്നതിന് ശേഷം വരുമ്പോഴേക്കും പുള്ളി വിട്ടിട്ടുണ്ട്. പുള്ളി ഉണ്ടായിരുന്ന ഉറപ്പാണ് മലയാളിയിൽ ആദ്യം ആ പുള്ളി തന്നെ ആയിരിക്കും WQTയിൽ ഉണ്ടാകുന്നത്. എന്നെക്കാളും എന്തുകൊണ്ട് വലിയ ആളല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ സമയമാണ്. അപ്പോൾ അതുപോലെ തന്നെ നജീബിനെ കുറിച്ച് പറയുമ്പോൾ നജീബ് പറഞ്ഞ പോലെ എപ്പോഴും വണ്ടി കിട്ടാത്തതിൻ്റെയും ഈ ഇൻവിറ്റേഷൻ കിട്ടാത്തതിൻ്റെ എല്ലാം സങ്കടം വരും. നമ്മളിപ്പോൾ ആക്ച്വലി ഉള്ള ഒരു പ്രോഗ്രാമിലാണ്. അപ്പോൾ അതിന് ഞാൻ അടുത്ത എൻ്റെ ഒരു ഡ്രീം കം ട്രൂ 2 ദിവസത്തിനുള്ളിൽ നടക്കാൻ പോകുന്നു. അതെ, അപ്പോൾ അതിലേക്ക് വലിയൊരു കാര്യം ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ നജീബിനോട് പറഞ്ഞാൽ ഗോ ഹെഡ് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എക്സ്പ്ലോർ ചെയ്യൽ ഒരു ജേർണലിസ്റ്റിൻ്റെ ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ കിട്ടുന്ന മാത്രം വെച്ചിട്ടല്ല വീഡിയോ അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്, പുതിയത് കണ്ടെത്തുക. അപ്പോൾ അതിലേക്ക് നജീബ് ഒരു യാത്ര തിരിക്കുന്ന വെറും ഒരു യാത്രയല്ല, തുടങ്ങുന്നത് ദുബായ് പോയിട്ടാണ്, UAE പോയിട്ടാണ്. അപ്പം അവിടുന്നും തുടങ്ങി പലപ്പോഴും പല സ്ഥലത്തുമായിട്ട് പോകുന്ന പറഞ്ഞ് അവിടെ പോയിട്ട് അവിടെ വണ്ടികളെ കാണിക്കുന്നത് മാത്രമല്ല നജീബ് ഉദ്ദേശിച്ചില്ല, അവിടുത്തെ വണ്ടിയുടെ കൾച്ചർ, അവിടുത്തെ സിസ്റ്റമുകൾ, അതെങ്ങനെ ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും, ഇതെല്ലാം നജീബ് ആഗ്രഹിക്കുന്നത്. നല്ല തോട്ടാണ്, നല്ല തോട്ടായിട്ട് തന്നെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ലോഗോ പ്രകാശനം, അതിൻ്റെ അനൗൺസ്മെൻറ്റ് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെയൊന്നുമില്ല. അതായത് നമ്മളെ കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു യാത്ര ആരംഭിക്കുകയാണ്. നമ്മൾ നിൽക്കുന്ന കറക്റ്റ് സമയത്താണ്, നമ്മൾ നിൽക്കുന്ന എയർപോർട്ടിൻ്റെ അടുത്താണ്. അപ്പം ഡൽഹി എയർപോർട്ട് ആയതുകൊണ്ട് സ്ഥിരമായിട്ട് ഒരു വലിയ ഹബ്ബാണ് ശരിക്കും ഡൽഹി എയർപോർട്ട്, അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ യാത്രയുടെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പറഞ്ഞിട്ടില്ല, ഞാൻ പറയാൻ പോകുമായിരുന്നു. കാർ ഹണ്ട് എന്നാ പേര്. കാർ ഹണ്ട്, കാറിനെ
ഹണ്ട് ചെയ്യുക എന്ന് വേണ്ടിയിട്ട്. പക്ഷേ ആ ഒരു ഹണ്ട് മാത്രമല്ല നജീബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാർ പ്ലസ് സംസ്കാരം ഹണ്ട്. യെസ്, അതാണ് കാർ പ്ലസ് ഓട്ടോ ഹണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓട്ടോമോട്ടീവ് സംസ്കാരങ്ങൾ കണ്ടെത്തുവാനും അവിടുത്തെ സംസ്കാരം പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ UAE ഒക്കെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല ആൾക്കാരും പറയുന്നുണ്ട് നമ്മളെക്കാൾ 20 വർഷം ടെക്നോളജിക്കലി മുമ്പിലാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അവിടെ ഓട്ടോമൊബൈൽ മേഖലയിൽ ഉപയോഗിക്കുന്ന ടെക്നോളജികൾ എന്തൊക്കെയാണ്, അത് നമ്മുടെ രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും, നമ്മുടെ രാജ്യം അത് മിസ് ചെയ്യുന്നുണ്ടോ, അതുപോലെ അവിടെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്ത ചില കാറുകൾ, ഇന്ത്യയിൽ അങ്ങനെ റെയറായിട്ട് കാണാത്ത ചില കാറുകൾ ഒക്കെ ആഗ്രഹങ്ങളാണ്. അതെ, അല്ല ആഗ്രഹങ്ങളാണ് വേണ്ടത്. ഞാൻ രണ്ടാമത് പറയണമെന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ പിന്നെ പറയാൻ പോകുന്നത്. തുടക്കത്തിൽ തന്നെ 2 കാര്യം. ഒന്ന്, നമ്മൾ ഒരാൾ ചെയ്യുന്നതന്നെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുതുമ ഉണ്ടാവില്ല. അപ്പോൾ റിവ്യൂ ചെയ്യാൻ പറഞ്ഞാൽ എല്ലാവരും റിവ്യൂ ചെയ്യുന്നുണ്ടോ, അപ്പോൾ എന്തെങ്കിലും പുതിയത് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ വേറെ തരത്തിൽ നജീബ് ശ്രമിക്കുന്നു പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നി. അപ്പോൾ അത് ശ്രമിക്കുമ്പം ഇനി അത് മാത്രം എല്ലാവരും ഫോളോ ചെയ്യാൻ നിൽക്കണ്ട, വേറെ നിങ്ങളും കണ്ടെത്തണം. അപ്പോൾ പുതിയത് ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എല്ലാ ഓഡിയൻസും, ഇപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാവരും സെയിം ഓഡിയൻസ് ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക. അപ്പം ഒരു പുതിയ സംഗതി ചെയ്യുന്ന പറഞ്ഞാൽ സത്യം എനിക്ക് സന്തോഷം തോന്നി. അത് അതിൻ്റെ മുതിരുന്നത് തന്നെ നല്ലൊരു കാര്യമാണ്. അപ്പം അതാണ് ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പലതും കാണണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള എല്ലാ സപ്പോർട്ടും എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ എന്തായാലും ചെയ്യും. താങ്ക് യു സോ മച്ച്. അതൊരു വലിയ സപ്പോർട്ട് തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം. പറ്റുന്ന രീതിയിൽ എന്നാ സപ്പോർട്ട് ചെയ്യും. അപ്പം ഓൾറെഡി ആനിക്കടുത്ത് ഈ വിഷയം നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ആനിക്ക നമ്മളോട് ഒരുപാട് കണക്ഷൻസ് സെറ്റ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും ഉണ്ടാവും എന്ന് വിചാരിക്കും. ഡെഫിനറ്റ്ലി. ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ നേരത്തെ നജീബ് പറഞ്ഞൊരു ഇതൊരു സാഗരം ആണെന്ന് പറയുമ്പോൾ, ഒരു ഫ്രെറ്റേണിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിട്ടും സപ്പോർട്ട് ചെയ്തിട്ടും എല്ലാം വളരുന്ന തന്നെ എല്ലാവർക്കും നല്ലത്. അപ്പോൾ നമുക്ക് എന്താ അറിയുന്ന നജീബിൻ്റെയും എൻ്റെ എല്ലാം സർക്കിൾ കോമൺ ആണ്. അപ്പോൾ ഞാൻ ഒരു വൈഡായിട്ട് പറയുകയാണെങ്കിൽ ഐ വിൽ ഫാമിലി എന്ന് പറയാം. ആ ഫാമിലിയുടെ ഒരു അംഗമായിട്ട് ഞാൻ എപ്പോഴും കാണുന്ന ആളുകളിലാണ് നജീബും രാകേഷും വിവേകും എല്ലാവരും. ആ ഒരു തണൽ എപ്പോഴും ഞങ്ങൾക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതല്ല, അത് എന്നാൽ കഴിയുന്ന വലിയ സംഗതി ചെയ്യുന്നില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാവരും അങ്ങോട്ടോട്ട് സപ്പോർട്ട് ചെയ്യുമ്പം എല്ലാവർക്കും ഒരു വളർച്ച ഉണ്ടാവും. കാണുന്ന ഓഡിയൻസിനും പുതിയ കാര്യങ്ങൾ കാണാൻ പറ്റും എന്നുള്ളത്. അപ്പം നമ്മൾ കാണിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും പുതിയത് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പുതിയത് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു വ്ളോഗർ അല്ലെങ്കിൽ ജേർണലിസ്റ്റിൻ്റെ ഒരു വലിയൊരു കടമയായിട്ട് വേണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് ഒരു പണം ഉണ്ടാക്കാനോ റീച്ച് ഉണ്ടാക്കാനോ ഒരു വ്യൂ കൂടാൻ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളുമില്ല. നമുക്ക് എന്താണ് പുതിയത് കൊണ്ടുവരാൻ പറ്റുക അത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലോഗോ ഒന്ന് റിവീൽ ചെയ്യാം. ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒക്ടോബർ 1-ാം തീയതിയാണ് ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കൂടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഞാൻ വഴിയെ എന്ത് ചെയ്യാം ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലോഗോ ഒന്ന് റിവീൽ ചെയ്യാം. അപ്പോൾ എന്തായാലും ഹാനിക നമ്മുടെ ലോഗോ റിവീൽ ചെയ്യാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെയും ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ ഉണ്ടാവട്ടെ എന്നെല്ലാം പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കയ്യാൽ ഞാൻ ഇത് അൺവീൽ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലോഗോ. സീസൺ 1 നമ്മൾ ആരംഭിക്കുന്നത് ദുബായിൽ വെച്ചിട്ടാണ്. അപ്പോൾ സീസൺ 1 നമുക്കൊരു സ്പോൺസർ ഉണ്ട്, റോയൽ ഡ്രൈവ്. അതായത് കേരളത്തിലെ ലക്ഷറി കാറുകൾ ഡീൽ ചെയ്യുന്നൊരു ടീമാണ്. അവരാണ് നമ്മുടെ സീസൺ 1 സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അപ്പം റോയൽ ഡ്രൈവിൻ്റെ താഴെ ഒരു ലംബോഗിനി ഉണ്ട്. അവിടുത്തെ വണ്ടി തന്നെയാണോ? ഏതായാലും അവിടെ പോയിട്ട് ലംബോഗിനിയും മറ്റുള്ള വണ്ടികളെല്ലാം കവർ ചെയ്യാൻ ഏതായാലും നജീബിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കും. കുറേ എല്ലാം അവന് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് വെറുതെ ഒരു കവറേജും പോക്കും മാത്രമൊന്നുമല്ല. അതിനുവേണ്ടി നജീബ് കുറേ കാലമായിട്ട് പ്രയത്നിക്കുന്നുണ്ട്, ഹോംവർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് നജീബിനൊരു ഗുണമുള്ള ആളുകളായിട്ട് നല്ല കോൺടാക്റ്റ് നിലനിർത്തുന്ന ഒരാളായതുകൊണ്ട് തന്നെ പല നല്ല കോൺടാക്ട്സും അതിന് ഗുണം ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അത് എൻ്റെ മാത്രം പ്രത്യേകതയല്ല, അവരെയും കൂടി. കാരണം അവരാണല്ലോ ഗിവ് ആൻഡ് ടേക്ക് ആണ് എല്ലാത്തിലും വലിയ കാര്യം. നമ്മൾ കൊടുക്കുന്നു, നമ്മൾ എടുക്കുന്നു, ആ രീതിയിലാണ്. നമ്മൾ ചോദിക്കുമ്പോഴേക്കും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ തരാമെന്ന് പറഞ്ഞാൽ തരുന്നവർ നല്ലതാണ്. അതെ. അപ്പം അതെല്ലാം തന്നെ കണക്കിലെടുത്തിട്ട് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. ഒക്ടോബർ 1-നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വിശേഷങ്ങൾ വഴിയെ ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം.